ഓക്കെ ഓക്കെ. ഹലോ, ഇറ്റ്സ് മീ ശ്രീലത ജയചന്ദ്രൻ. നമ്മുടെ ഇന്നത്തെ വിഷയം പിന്നെ ഒരു കോമണായി എല്ലായിടത്തും നിലനിൽക്കുന്ന ഒരു വിഷയം തന്നെയാണ്. കേരളത്തിൽ മൊത്തം ഒരു ചർച്ചാ വിഷയം തന്നെയാണ് അല്ലേ? മുഖ്യമന്ത്രി എവിടെ അല്ലേ? മുഖ്യമന്ത്രി എവിടെ എന്നുള്ളതിന് ചോദ്യം ഇതുവരെ, അതിനുള്ള ഉത്തരം ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല. ജനങ്ങളെല്ലാവരും കൂടെ ഒരു പാർട്ടിയെ സെലക്ട് ചെയ്തു. പക്ഷേ പാർട്ടിക്കകത്തുനിന്ന് ഒരാളെ സെലക്ട് ചെയ്യാൻ അവർക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല അല്ലേ? എന്താണ് ഇങ്ങനെ എന്നുള്ളത് പലയിടത്തും ചോദ്യങ്ങൾ വന്നു തുടങ്ങി. പക്ഷേ പലരും വിചാരിക്കുന്നുണ്ടാവും എല്ലാവരും മുഖ്യമന്ത്രിയെ ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു എന്ന്. അല്ല, അതിൻ്റെ ആകാംക്ഷയുടെ ടൈമൊക്കെ കഴിഞ്ഞു അല്ലേ? ഇപ്പം നിൽക്കുന്നത് എന്താണെന്നറിയാമോ? ആരെ സെലക്ട് ചെയ്യുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും അടുത്ത ഇലക്ഷൻ ഇവർ ജയിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് തീരുമാനിക്കുന്നത്. കാരണം ഒരാൾ നേതൃത്വം ഏറ്റെടുത്ത് നല്ല ഒരു പ്രതിപക്ഷ നേതാവായിട്ട് ഉള്ള ഒരു ഭരണം കാഴ്ചവെക്കുകയും അതിന് കറക്റ്റായിട്ടൊരു റിസൾട്ട് കിട്ടുകയും ചെയ്തു. ആ ആൾ ഒരിടത്ത് നിൽക്കുന്നു അല്ലേ? പിന്നെ വേറൊരു വ്യക്തിയാണെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം പ്രതിപക്ഷ നേതാവായിട്ടിരുന്നു, പക്ഷേ ഒന്നും ചെയ്യാൻ സാധിച്ചില്ല, അടുത്ത ഇലക്ഷന് ജയിക്കാൻ പറ്റിയില്ല, ആളും കൂടെയുണ്ട്. പിന്നെ ഇതിലൊന്നും പെടാതെ ഇലക്ഷന് പോലും നിൽക്കാത്ത ഒരാൾ ഇപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ സീനിയോറിറ്റിയോ അങ്ങനെയൊന്നും അല്ല നോക്കേണ്ടത്. ശരിയായിട്ട് പറഞ്ഞാൽ പ്രതിപക്ഷ നേതാവിനാണ് ശരിയായിട്ട് ആ സ്ഥാനം കൊടുക്കേണ്ടത്. കാരണം പുള്ളിയുടെ കൃത്യമായ ഇടപെടൽ കൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു ജയം കോൺഗ്രസ്സിന് കിട്ടിയത്. ഒരിക്കലും ആരും വിചാരിക്കുന്നില്ല, നമുക്കെല്ലാവർക്കും അറിയാം. പിന്നെ ഇവരുടെ കോൺഗ്രസിൻ്റെ മിടുക്ക് കൊണ്ടല്ല കോൺഗ്രസ് ജയിച്ചത്, മറ്റുള്ളവരെ സഹിച്ച് മടുത്തിട്ടാണ് ഇപ്പോൾ കോൺഗ്രസ് ജയിച്ചതെന്ന് പറയുന്നത്, ജയിക്കാനുള്ള കാരണം എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറ്റവർ ഭരിച്ച് മടുത്തു, മതിയായി അല്ലേ? അവർ ശരിയായിട്ട് ഞങ്ങൾ അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ പറയുമ്പോഴും അന്ന് കഴിഞ്ഞ കോൺഗ്രസിൻ്റെ ഭരണകാലത്ത് എന്തൊക്കെയാണോ അവർ എതിർക്കുകയും അതിനെതിരെ ഹർത്താൽ നടത്തുകയും പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തത്, അതൊക്കെ അവരിവിടെ വന്നിരുന്നപ്പോൾ അവർക്കിരുന്ന് ചെയ്യാൻ പറ്റി. അത് ചെയ്യാൻ പറ്റിയതിൻ്റെ കാരണമെന്ന് പറയുന്നത് തന്നെ ഇവിടെ അതിനെതിരെ ഒരു ഹർത്താലോ കാര്യങ്ങളോ അവരുടെ ഭരണത്തിന് പ്രശ്നമുണ്ടാക്കുന്ന ഒരു കാര്യങ്ങളോ ഒന്നുമില്ലാതെ നല്ല രീതിയിൽ ഒരു പ്രതിപക്ഷ നേതാവിന് കിട്ടിയത് കൊണ്ടാണ് അവർക്ക് അത്രയും നാളിരുന്ന് ഭരിക്കാനും പിന്നെ അവർ വിചാരിച്ച കാര്യങ്ങളൊക്കെ ചെയ്യാനും സാധിച്ചത്. അതിൽ കൂടുതൽ കാര്യങ്ങളും എന്ന് പറയുന്നത് പണ്ടത്തെ ഗവൺമെൻറ്, കോൺഗ്രസ് ഗവൺമെൻറ് ഒപ്പുവെച്ച കാര്യങ്ങളാണ്. അന്ന് അവർ എന്തിനൊക്കെയാണോ ഈ മാർക്സിസ്റ്റ് പാർട്ടി എതിർത്തിരുന്നത് അതൊക്കെയാണ് അവരിപ്പം ചെയ്തത്, ഈ കഴിഞ്ഞ ഭരണ സമയത്തിരുന്ന് ചെയ്തത് അല്ലേ? ഇപ്പോഴത്തെ കേരളത്തിലെ പ്രശ്നം എന്താണെന്നറിയാമോ? ഇവർ പ്രശ്നം ഉണ്ടാക്കുമ്പം അവരെ ജയിപ്പിക്കും, അവർ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ഇവരെ ജയിപ്പിക്കും. ആകെ രണ്ട് പാർട്ടിയേ ഇവിടെ ഉള്ളൂ. ശരിയായിട്ട് പറഞ്ഞാൽ ഇവിടെ ഒരു രണ്ട് സ്ട്രോങ് ആയിട്ടുള്ള ഇന്ന പാർട്ടി എന്നോ, ഞാൻ ഒരു പാർട്ടിയുടെ ആളല്ല, പക്ഷേ ഒരു രണ്ട് സ്ട്രോങ് പാർട്ടിയും കൂടെ വരണം. സ്ട്രോങ് പാർട്ടിയും കൂടെ വന്നാലേ കറക്റ്റായിട്ട് ഒരു കോമ്പറ്റീഷനിലൂടെ ആൾക്കാരെ സെലക്ട് ചെയ്യാനും അതനുസരിച്ചിട്ട് നമ്മുടെ കേരളത്തിനെ മുമ്പോട്ട് കൊണ്ടുപോകാനും സാധിക്കുകയുള്ളൂ അല്ലേ? അല്ലാതെ കുറേ ഇവിടെ ഇരുന്നിട്ട് ഞാനത് പെൻഷൻ കൂട്ടുന്നു, അത് കൂട്ടുന്നു, ഇത് കൂട്ടുന്നു എന്നൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാരെ പ്രലോഭിപ്പിച്ചിട്ട് അങ്ങനെയല്ല ചെയ്യേണ്ടത്. നാടിന് വേണ്ടി എന്തൊക്കെ നല്ല കാര്യം ചെയ്യുന്നു അതാണ് നോക്കേണ്ടത്, അല്ല പ്രലോഭനങ്ങളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മുടെ കേരളത്തിലെ ആൾക്കാരുടെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കാര്യങ്ങളും പറയും, ഒരുപാട് വിവരമുണ്ട്, നല്ല പഠിത്തമുണ്ട്, എല്ലാം ഉണ്ടെങ്കിലും പിന്നെ ഈ ഇലക്ഷൻ്റെ കാര്യം വരുമ്പം ഒരുപാട് സങ്കോചിതമായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണ് അല്ലേ? ഒരിക്കലും ഒരു പിന്നെ മതപരമായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളല്ല നോക്കേണ്ടത്. ഏത് പാർട്ടി വന്നിരുന്നാലും മതപരമായിട്ടുള്ള പാർട്ടിയോ മറ്റേ പാർട്ടിയോ അതൊന്നുള്ളതല്ല, നാടിന് വേണ്ടി ആര് നല്ലത് എന്ത് ചെയ്യുന്നു അത് വേണം നോക്കാൻ. അപ്പോൾ അതുപോലെ രണ്ട് നല്ല പാർട്ടിയും കൂടെ കയറി വന്നാൽ മാത്രമേ ഈ ഒന്നുകിൽ കോൺഗ്രസ് അല്ലെങ്കിൽ പിന്നെ എന്താണ് കമ്മ്യൂണിസ്റ്റ് എന്നുള്ള ആ ഒരു രീതി മാറണം. കാരണം ആൾക്കാർ ഇവരെ മടുക്കുമ്പം അവരെ ജയിപ്പിക്കുന്നു, അവരെ മടുക്കുമ്പം ഇവരെ ജയിപ്പിക്കുന്നു. രണ്ടായാലും കേരളത്തിന് കിട്ടുന്ന ഫലം എന്ന് പറയുന്നത് തുല്യമാണ്. ആര് ഭരിച്ചിരുന്നാലും വലിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ശക്തമായി എതിർക്കാനും കാര്യങ്ങൾ കൂടുതൽ പറയാനും വ്യക്തമായ കാര്യങ്ങൾ പറയാനും നമ്മുടെ നാട്ടിലെ ആൾക്കാർ വേണം. മനസ്സിലായോ? അപ്പോൾ അതിന് ഒരു രണ്ട് പാർട്ടിയും കൂടെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള പാർട്ടി വരണം. ജനങ്ങൾ അവരെയും കൂടെ പിന്നെ അംഗീകരിക്കുകയും വേണം. അത് ഈ മറ്റേ BJP ആണോ വേറെ ആരെങ്കിലും ആണോ അതൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ രണ്ട് സ്ട്രോങ് ആയിട്ടുള്ള രണ്ട് പാർട്ടികൾ കൂടെ വരണം അവിടെ. എങ്കിൽ മാത്രമേ കേരളത്തിൽ ജനങ്ങൾക്ക് രക്ഷയുള്ളൂ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോഴും ഞാനിവിടെ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് മൂന്നിലാര്. ഇപ്പോഴും ആ മൂന്നിലാര് എന്നുള്ളതിന്
പിന്നെ ഒരു ഇത് വന്നിട്ടില്ല. ഇടയ്ക്ക് എഴുതി കാണിക്കുന്ന കണ്ടു, വളരെ സസ്പെൻസായിട്ടൊക്കെയാണ് കാര്യങ്ങൾ നീക്കുന്നത് അല്ലേ. വീണ്ടും ട്വിസ്റ്റ് 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അല്ലാതെ ഇപ്പോഴും ഒരു റിസൾട്ട് പറഞ്ഞ ഒരു കാര്യം എത്തിയില്ല. കാരണം 10 ദിവസമായി അല്ലേ. 4-ാം തീയതി റിസൾട്ട് വന്നിട്ട് ഇന്ന് 14-ാം തീയതി ആയിട്ടുണ്ട്. ഇന്നും ഒരു തീരുമാനം എടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് ആ പാർട്ടിയുടെ കഴിവാണോ കഴിവുകേടാണോ അല്ലേ. എല്ലാവരും കൂടെ നിന്ന് കോൺഗ്രസ്സിനെ ജയിപ്പിച്ചതാണ്. അപ്പോൾ അത് ആ ഒരു പക്വതയോടെ അവർക്ക് അത് കൈകാര്യം ചെയ്യാൻ അവർക്ക് സാധിച്ചില്ല. അപ്പം ഇനി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിൽ ആരെ സെലക്ട് ചെയ്യുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും അടുത്ത പ്രാവശ്യം കോൺഗ്രസ് ഭരണത്തിൽ വരണോ വേണ്ടയോ എന്നുള്ളത് ജനങ്ങൾ തീരുമാനിക്കുന്നത്. ശരിയല്ലേ ഞാൻ പറഞ്ഞത് അല്ലേ? നമ്മളിപ്പോൾ ഞാനങ്ങനെ ഒരു പാർട്ടിയെക്കുറിച്ച് അങ്ങനെ ഒരുപാട് വിചിന്തനം ചെയ്യുന്ന ആളൊന്നുമല്ല. പക്ഷേ നമ്മൾ പോലും ഇത്രയും ചിന്തിക്കുന്ന രീതിയിലോട്ട് കാര്യങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ എന്തുകൊണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത, ഇത്രയും ഒരു പാർട്ടിക്കകത്ത് ഒരാളെ സെലക്ട് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണ് ഇനി നമ്മളെ ഭരിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കണം അല്ലേ. എന്ന് വെച്ചിട്ട് നമുക്ക് മറ്റേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതല്ലാത്ത 2 പാർട്ടി ഇവിടെ കയറി വന്നേ പറ്റുള്ളൂ. വന്നു കഴിഞ്ഞാൽ മാത്രമേ ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ ഇവിടെ വരുള്ളൂ. എന്നാലേ നമുക്ക് കാര്യങ്ങൾ കറക്റ്റായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ അല്ലേ. നാടിന് വേണ്ടി എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. അല്ലാതെ ഈ മാസം നമുക്ക് കുറച്ച് പെൻഷൻ കൂട്ടി തന്നു, അല്ലെങ്കിൽ റേഷൻ കട വഴി കുറച്ച് സാധനങ്ങൾ തന്നു, അതല്ല നമ്മൾ നോക്കേണ്ടത് ശരിയായിട്ട് അല്ലേ. അത് പാവപ്പെട്ട ആൾക്കാർക്ക് അത് വേണ്ടാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ അതിനോടൊപ്പം തന്നെ നമ്മുടെ നാട്, ഇവർ വന്നതിന് ശേഷം നമ്മുടെ നാട് എത്രത്തോളം മുമ്പിലോട്ട് പോയി, എത്രത്തോളം ഉന്നമനം ഉണ്ടായി എന്നുള്ളത് വേണം നോക്കാൻ. അതും കൂടെ നമ്മൾ നോക്കേണ്ട കാര്യമുണ്ട്. അപ്പം നമുക്ക് നോക്കാം ഇതാരാണ് അവർ സെലക്ട് ചെയ്യുന്നത് നോക്കാം. സെലക്ട് ചെയ്യുന്നത് ആരാണെന്ന് നോക്കിയിട്ട് എൻ്റെ അഭിപ്രായത്തിൽ പിന്നെ വി.ഡി. സതീശൻ തന്നെയാണ് മുഖ്യമന്ത്രി ആവേണ്ടത്. കാരണം ആളുടെ ഒരു ഇതുകൊണ്ട് തന്നെയാണ്, ആ പ്രതിപക്ഷ നേതാവ് എന്നുള്ള ഒരു രീതി തന്നെയാണ് കോൺഗ്രസ് ഇത്തവണ ജയിച്ചത്. അതല്ല എന്നുണ്ടെങ്കിൽ ഇവർ ആ ഒരു പ്രത്യേക സ്ഥാനാർത്ഥി, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയായാലും വേണുഗോപാലായാലും പിന്നെ അവരെ മുഖ്യമന്ത്രി സ്ഥാനം കാണിച്ച് അവരെ ഇലക്ഷൻ നടത്തിയതിന് ശേഷം കോൺഗ്രസ് ജയിച്ചിരുന്നു എങ്കിൽ നമുക്ക് പറയാം, ഇന്നാരെ ചൂണ്ടിക്കാണിച്ചിട്ട് പറയാം. ഇതിപ്പം നമ്മളെല്ലാവരും പ്രതിപക്ഷ നേതാവ് എന്നുള്ള രീതിയിൽ തന്നെയാണ് കോൺഗ്രസിനെ, പ്രതിപക്ഷ നേതാവായിരിക്കും ഇനി നയിക്കുന്നത് എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ കോൺഗ്രസിനെ ജയിപ്പിച്ചത് അല്ലേ. അപ്പം അത് തന്നെ സെലക്ട് ചെയ്യണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഇതുപോലെ അഭിപ്രായമുള്ള ഒരുപാട് പേര് കാണും, തിരിച്ചഭിപ്രായമുള്ളവർ കാണും. പക്ഷേ ന്യായമായി ചിന്തിക്കുക. ഇപ്പോൾ ആരാണോ ഇതിനെ നയിച്ചത്, ആരാണോ ജയിപ്പിച്ചത്, അവർക്ക് വേണം സ്ഥാനം കൊടുക്കാൻ. അപ്പോൾ ഇന്നത്തെ റിസൾട്ട് ഇന്ന് വരും, ഇന്നലെ പറഞ്ഞു ഇന്നലെ വരുമെന്ന്, ഇന്ന് പറയുന്നു ഇന്ന് വരുമെന്ന്. ഇനിയും നീണ്ടു പോവോ, 1 മാസം പോവോ, ഇനി 1 വർഷം പോവോ, അതൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. വന്നിട്ട് പറയാം, വന്നു മുഖ്യമന്ത്രി കിട്ടിയിട്ട് പറയാം, കിട്ടി എന്ന് പറയാം. ഇപ്പോൾ മുഖ്യമന്ത്രി ഇല്ലാത്ത ഒരു നാഥനില്ലാ കളരിയായിട്ടാണ് നമ്മുടെ കേരളം കിടക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം ആരൊക്കെ വരുന്നു എന്നുള്ളത് അല്ലേ. അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, ഇത് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ കുഞ്ഞു ചാനലാണ്, എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ആവശ്യമുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.